സൂസൻ ആന്റിയെ വളരെ സ്നേഹത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധി അടുത്ത് വന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചനായിട്ട് സ്തോത്രം. ലൈൻ ചെയ്യുന്ന ദീനായും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം ഷെയർ ചെയ്യാൻ പോകുന്ന കർത്താദാസിനെയും കുടുംബത്തെ ഓർത്ത് മക്കളെയും കൊച്ചുമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിൽ കടന്നു വന്ന എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ സുസ്ഥിരമാനസനവനുമൻ യാഹിൽ ആശ്രയം വയ്ക്കുകയിൽ അനുദിനം നാഥൻ. സുസ്ഥിരമാനസനവനുമൻ യാഹിൽ ആശ്രയം വയ്ക്കുകയിൽ അനുദിനം നാഥൻ. കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ. പാർത്ഥിവനവൻ തിരു കരങ്ങളിലെന്നും, പാർത്ഥിവനവൻ തിരു കരങ്ങളിലെന്നും. കാണുന്നു ഞാൻ യാഹിൽ കുന്നുകളകലും വൻ പർവ്വത നിരയും തന്നിടം വിട്ടു പിന്മാറി എന്നാലും. കുന്നുകളകലും വൻ പർവ്വത നിരയും തന്നിടം വിട്ടു പിന്മാറി എന്നാലും. നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ, നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ. നിലനിൽക്കും സമാധാന നിയമാവും നേത്യം, നിലനിൽക്കും സമാധാന നിയമാവും നേത്യം. കാണുന്നു ഞാൻ യാഹിൽ ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. ജ്വലിക്കിലും അവൻ കോപം ക്ഷണനേരം മാത്രം, നിലനിൽക്കും പ്രസാദമോ ജീവാന്ത്യത്തോളം. വസിക്കിലും നിലവിളിരാവിലൻ കൂടെ, വസിക്കിലും നിലവിളിരാവിലൻ കൂടെ. ഉദിക്കുമേ ഉഷസതിലാനന്ദഘോഷം, ഉദിക്കുമേ ഉഷസതിലാനന്ദഘോഷം. കാണുന്നു ഞാൻ യാഹിൽ ചെയ്വതില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ. പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. ചെയ്വതില്ലവൻ നമ്മൾ പാപത്തിനൊത്ത പോൽ. പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും. വനമി ഭൂവിൽ നിന്നുയർന്നേരിപ്പതുപോൽ, വനമി ഭൂവിൽ നിന്നുയർന്നേരിപ്പതുപോൽ. പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ, പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ ഒടുക്കിലും അവനേറ്റം ചതഞ്ഞതാമോട. കെടുക്കുകയില്ലവൻ തിരി പുക വമിക്കുകിലും. നടത്തും തൻ വിധി ജയം ലഭിക്കും നാൾ വരെയും, നടത്തും തൻ വിധി ജയം ലഭിക്കും നാൾ വരെയും. തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. കാണുന്നു ഞാൻ യാഹിൽ പഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു. നിർത്തും തൻ മഹിമയൻ സവിധത്തിൽ നാഥൻ. പഴുതിടാതവൻ എന്നെ കരങ്ങളിൽ കാത്തു. നിർത്തും തൻ മഹിമയൻ സവിധത്തിൽ നാഥൻ. കളങ്കമച്ചാനന്ദ പൂർണ്ണതയോടെ, കളങ്കമച്ചാനന്ദ പൂർണ്ണതയോടെ. ഭവിക്കട്ടെ മഹത്വമങ്ങാവേനെന്നുമാമേൻ, ഭവിക്കട്ടെ മഹത്വമങ്ങാവേനെന്നുമാമേൻ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. ആമേൻ.
ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ നമുക്ക് കർത്താവ് സഹായിച്ചല്ലോ. താങ്ക് യു സൂസൻ ആന്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ കുടുംബമായിട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവരുടെ ജോലി കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ സ്ഥാനത്തെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവരുടെ ചെറുതും വലുതുമായ വിഷയങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ, പ്രത്യേകിച്ച് അമ്മച്ചിയെ ഓർത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് പിന്നെയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മള് വചനത്തിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസിനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ഒക്ലഹോമയിൽ നിന്നും പിന്നെ ജേക്കബ് സാറാണ് ഇന്ന് രാത്രികാലം വചന ശുശ്രൂഷിക്കുന്നത്. കർത്താവിന്റെ ദാസിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കാമോ? ഓൾറൈറ്റ്. ഈ പ്രെയർ ലൈനിൽ പങ്കെടുക്കുവാനും ഇതിലൂടെ ദൈവവചനം സംസാരിക്കുവാനും ദൈവം തരുന്ന ഒരവസരം കൂടി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്നത് പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് വാസ്തവമായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടി നമ്മൾ ഇന്ന് രാത്രികാലം ഇരിക്കുന്നുവെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആരെ സംസാരിക്കുന്നു എന്നുള്ളതല്ല, ആരെ സംസാരിച്ചാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഒരു നല്ല റിസപ്റ്റീവ് മൈൻഡോടുകൂടി കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കുന്നു, നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള മനോഭാവത്തോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലവും നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരിലൂടെ കൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന അരുളി ചെയ്ത കർത്താവ് എന്റെ ശിഷ്യന്മാരെ നോക്കി പിന്നീട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വെളിച്ചമായിട്ട് നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് കഴിയട്ടെ. അങ്ങനെ കഴിയുന്ന എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. അങ്ങനെ കീഴടക്കുവാൻ കഴിയാത്ത, മറയ്ക്കുവാൻ കഴിയാത്ത, കെടുത്തുവാൻ കഴിയാത്ത ദൈവശക്തിയാൽ നിങ്ങളെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ദൈവം നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളുടെ വെളിച്ചമായി, കമ്മ്യൂണിറ്റിയുടെ വെളിച്ചമായി, സഭകളുടെ വെളിച്ചമായി, ഹല്ലേലൂയ. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി യോഹന്നാനെ പറ്റി പറഞ്ഞു. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി. അല്പകാലമേ ജീവിച്ചിരുന്നുള്ളെങ്കിലും, അല്പകാലത്തെ ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളെങ്കിലും ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി. അവന്റെ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കുവാൻ, നിങ്ങൾ ഉല്ലസിക്കുവാൻ ആഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന വെളിച്ചങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട്, കർത്താവിന്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനം. പ്രത്യേകിച്ച് ഇതൊരു പ്രെയർ ലൈനാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ തീം എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവത്തിന്റെ വചനം, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന കർത്താവിന്റെ പ്രാർത്ഥനകളുടെ വിവിധ വശങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കാണുവാൻ കഴിയും. അതേസമയം നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി കാണുവാനായിട്ട് കഴിയും. കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം എത്ര ഉന്നതമായിരുന്നു, കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം ഏത് തലത്തിലുള്ളതായിരുന്നു, ഏത് ലെവലിലുള്ളതായിരുന്നു. അത് കണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു മനോഭാവം കൂടി നമുക്ക് ഉണ്ടാകുവാനായിട്ടാണ് ഞാൻ ഈ തീം എടുത്തത്. ഇത് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ടല്ല മാനുഷികമായി ചിന്തിക്കുമ്പോൾ മാനുഷികമായ ബലഹീനതകളുള്ള നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പരിമിതികളുണ്ട്.
എന്നാൽ ഈ പരിമിതികളുടെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് വളരുവാൻ, ആ നിറവിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ, അതിമനോഹരമായ ഒരു പ്രാർത്ഥന, ഒരു ചാപ്റ്റർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥന. നമുക്കറിയാം, അതിനു മുമ്പ് കർത്താവ് ഒരു ചെറിയ പ്രബോധനം, കർത്താവിന്റെ മരണത്തിന് തൊട്ട് മുമ്പിൽ കർത്താവ് പെസഹയ്ക്ക് ശേഷം കർത്താവ് ശിഷ്യന്മാരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. അപ്പൊ ഒരു പാട്ട് പാടിയിട്ടാണ് കർത്താവ് ഗെത്സമനിയിലേക്ക് പോയത്. നമ്മൾ ഓർക്കണം, കർത്താവ് തന്റെ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിച്ചു. അപ്പോ തിരുവത്താഴ ശുശ്രൂഷ, അതിനുശേഷം ഒരു പ്രസംഗം, അതിനുശേഷം ഒരു പ്രാർത്ഥന, അതിനുശേഷം ഒരു പാട്ട്, ഒരു സ്തോത്രപ്പാട്ട്. അതിനുശേഷമാണ് കർത്താവ് കഷ്ടാനുഭവത്തിനായിട്ട് ഗെത്സമന തോട്ടത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് നാരേറ്റീവ് ഓഫ് ദ ഗോസ്പൽ നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അനുമാനിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അതിലെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 17-ാം അധ്യായം. അതിനകത്തുനിന്ന് ഒരു 1-2 ചിന്തകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അതിൽ 17-ാം അധ്യായം എടുക്കാം. 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാള് ശബ്ദത്തിൽ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കണമേ. John's Gospel, chapter 17, verse 4. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. മതി. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അടുത്തതായിട്ട് അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. 8-ാമത്തെ വാക്യം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ നമ്മുടെ കർത്താവ് പറയുന്ന 4 ക്ലെയിമുകൾ ഈ പ്രാർത്ഥനയില് കർത്താവ് തന്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട്, തന്റെ ജീവിതത്തെയും ശുശ്രൂഷയെയും വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. 4 സ്റ്റേറ്റ്മെന്റുകൾ, 4 ക്ലെയിമുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രാർത്ഥന എന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കണമേ. പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ വചനത്തിന്റെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും വെളിച്ചത്തിൽ പരിശോധിക്കുന്ന അനുഭവം കൂടിയാണ് പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ പ്രവർത്തനങ്ങൾ കർത്താവിന്റെ ഹിതപ്രകാരമുള്ളതാണോ? കർത്താവ് ആഗ്രഹിക്കുന്ന അളവോളം നമുക്ക് ഉയരുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്താണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്ന അനുഭവം കൂടെ പ്രാർത്ഥനയിലുണ്ട്. പ്രാർത്ഥനയുടെ ഒരു കമ്പോണന്റ് അതാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുക. നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു, വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയും
അത് നമ്മുടെ പ്രവൃത്തിയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ കർത്താവ് ഇവിടെ 4 ക്ലെയിമുകൾ, 4 വിലയിരുത്തലുകൾ തന്റെ ജീവിതത്തെക്കുറിച്ച് നടത്തുന്നു. അതിൽ ഒന്നാമത്തെ എന്താണ്? ഐ ഹാവ് ഗ്ലോറിഫൈഡ് യു ഓൺ എർത്ത്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈ ഷോർട്ടർ കാറ്റക്കിസം ആംഗ്ലിക്കൻ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ റിഫോംഡ് ചർച്ചുകളിലെ ഷോർട്ടർ കാറ്റക്കിസത്തിൽ ബിഗിനിങ് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ? മനുഷ്യന്റെ അല്ലെ മനുഷ്യ ജീവിതത്തിന്റെ മുഖ്യമായ ഉദ്ദേശം എന്താണ്? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കാറ്റക്കിസം. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം, വാട്ട് ഈസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ? മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം എന്താണ്? അതിന്റെ മറുപടി പറയുന്നത്, ദ ചീഫ് എൻഡ് ഓഫ് മാൻ ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം ഫോർ എവർ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതും ദൈവത്തെ ആസ്വദിക്കുക എന്നുള്ളതുമാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ മുഖ്യമായ ലക്ഷ്യം. ദൈവത്തെ മഹത്വപ്പെടുത്തുക. Praise the Lord. Praise the Lord. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവം അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ സ്വാർത്ഥത കൊണ്ടല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കപ്പെടുന്നത്. നമുക്ക് ജീവിതം എൻജോയ് ചെയ്യുവാൻ കഴിയുന്നത്. വി എൻജോയ് ഗോഡ് ഫോർ എവർ. നിത്യമായി ദൈവത്തെ ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വമായി തീരുമ്പോഴാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, തന്റെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ കർത്താവ് നടത്തുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഭൂമിയിൽ നീ എനിക്ക് തന്ന ഈ ആയുസ്സുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 10-31 വാക്യത്തിൽ നമ്മൾ എടുത്തു വായിക്കേണ്ട. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യും. എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുക. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതം ദൈവ മുമ്പാകെ വിലയുള്ളതായി തീരുന്നു, സിഗ്നിഫിക്കന്റ് ആയിട്ട് തീരുന്നു. ദൈവ മുമ്പാകെ സിഗ്നിഫിക്കന്റ് ആയിട്ട് തീരുവാൻ, നമ്മുടെ ആ പേർപ്പസ്ലെസ്നെസ്, നമ്മുടെ ലക്ഷ്യമില്ലായ്മ മാറുവാൻ, നമ്മുടെ ഫ്യൂട്ടിലിറ്റി, നമ്മുടെ നിരർത്ഥകത, ജീവിതത്തിന്റെ നിരർത്ഥകത മാറിക്കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ട ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക എന്നതാണ്. ലിവ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ചില ആളുകൾ തങ്ങളുടെ തന്നെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. തങ്ങളുടെ തന്നെ മഹത്വം, തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മഹത്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന് മഹത്വമായിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോ കർത്താവ് പറയുക, ഞാൻ എന്റെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയും, കർത്താവേ, നീ എനിക്ക് തന്ന അവസരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും.
നിന്റെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. 40ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്ന എന്താണ്? ഹനനയാകവും ഭോജനയാകവും നീ ഇച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാവയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന പുത്രനെ നോക്കി ദൈവം എന്ത് പറഞ്ഞു? അവൻ സ്ഥാനത്തിൽപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നു, സ്വർഗം പിളർന്നു കീറി എന്നാണ്. പിളർന്നു കീറി, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ ആശ്വസിച്ചിട്ട് ദൈവം ഇങ്ങനെ അരുളി, പിതാവായ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, അവരെല്ലാവരും മരുഭൂമിയിലായിരുന്നു, അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, അവരെല്ലാവരും മോശയോട് ചേർന്നു, അവരെല്ലാവരും ഒരേ ആഹാരം തിന്നു, ഒരേ പാനീയം കുടിച്ചു, അവരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. എങ്കിലും അവരിൽ ദൈവം പ്രസാദിച്ചു. അവരിലെല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന് പ്രസാദം വരുമാറ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദം വരുമാറ്, ടു പ്ലീസ് ഗോഡ്. ദൈവത്തിന് പ്രസാദം വരുമാറ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ, കർത്താവേ നിനക്ക് പ്രസാദം വരുമാറ്, നീ പ്രസാദിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്റെ ഇന്നത്തെ പ്രവൃത്തി കൊണ്ട് നീ പ്രസാദിച്ചുവോ? പിള്ളേരെന്റെ കയ്യിലൊരു സാധനം കണ്ടിട്ട് ഡാഡിയുടെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നത്തെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് എന്റെ ജീവിതം കൊണ്ട് കർത്താവിന് മഹത്വമായി തീർന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കുവാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. I have glorified you on earth. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, only one life, it will soon be past, only what is done for Christ will last. Praise the Lord. ഒരേ ഒരു ജീവിതം, അത് വേഗം തീർന്നു പോകും. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രം നിൽക്കും. I have glorified you on earth. ദൈവത്തിന് മഹത്വം പെരുമാറും. നമ്മുടെ ജീവിതം നമുക്ക് രൂപപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ വിലയിരുത്തണം. അതാണ് ഞാൻ പറഞ്ഞു തന്നതിന്റെ കാര്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, I have finished the work that you have given me to do. നീ എനിക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കും. I completed the work that you have given me. നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിലോട്ട് നമ്മൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ, ഞാൻ നിന്റെ പ്രവൃത്തി, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു? അപ്പോ ഈ എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയോടുകൂടിയാണ്, ഒരു കാര്യപരിപാടിയോടുകൂടിയാണ് ദൈവം നമ്മെ ക്രിസ്തുവിൽ പുനഃസൃഷ്ടി നടത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഒരു പരിപാടി, ഒരു കാര്യപരിപാടിയോടുകൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മുന്നൊരുക്കിയിരിക്കുന്നു, ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ദൈവത്തോട് ചേർന്ന് നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ സ്വയത്തിൽ നിന്നല്ലാതെ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ കാര്യപരിപാടികൾ, നമ്മുടെ കാലടികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് വേണ്ടി ഇന്ന് ഞാൻ ചെയ്യുവാൻ, ഈ സീസണിൽ ഞാൻ ചെയ്യുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഈ കാര്യം ദൈവം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് ആ ഡോട്ട്സ് ഒന്ന് മീറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമാണ്. Fill up the blanks. Praise God. Hallelujah. നാം അവന്റെ കൈപ്പണിയായി പ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ ചെയ്യുവാൻ ദൈവം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന്. ആ കാര്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ, ചിലരെ സഹായിക്കാൻ നമ്മുടെ ചുറ്റും ദൈവം ഒരുക്കിയിരിക്കുകയാണ് അത് ചെയ്യാനായിട്ട്. ചിലരോട് സംസാരിക്കാൻ, ചില ജീവിതങ്ങളിൽ ഇടപെടാൻ, ചിലർക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം ചില പരിപാടികൾ ഒരുക്കി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മളെ കാത്തിരിക്കുക, നമ്മളത് ചെയ്യുമോ ഇല്ലയോ ദൈവം നമ്മളെ കാത്തിരിക്കുക. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കും. Do we realize that? കർത്താവ് പറയാണ്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം കർത്താവ് പറയാണ്, 6ാമത്തെ വാക്യം, ഐ ഹാവ് മാനിഫെസ്റ്റഡ് യുവർ നെയിം. ഞാൻ നിന്റെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16ാമത്തെ വാക്യത്തില് പൗലൂസ് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16ാമത്തെ വാക്യം. അവിടെ പൗലൂസ് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്റെ നാമത്തെ, പുത്രന്റെ നാമത്തെ, 16ാമത്തെ വാക്യം, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ. അപ്പോ ദൈവം തന്നെ ക്രിസ്തുവിനെ നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. ദൈവം തന്നെ നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. God wants to manifest himself and his power and his glory through our lives. നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പൗലോസ് പറയാ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം പ്രസാദിച്ചു. ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ, ക്രിസ്തുവിന്റെ മനോഭാവത്തെ, ക്രിസ്തുവിന്റെ മനസ്സിനെ, ക്രിസ്തുവിന്റെ സ്വഭാവത്തെ, ദിവ്യ സ്വഭാവത്തെ. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നീ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ വാക്കുകളല്ല. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുന്നത് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. അവന്റെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിനോട് ചേരുന്നവർ അവനോട് ഏക മനസ്സുള്ളവരാകുന്നു. Praise God. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുന്നേ, God wants to manifest him in us. ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തുവോ ദൈവമാക്കി. കർത്താവ് പറയുകയാണ് ഞാൻ ജീവിതത്തിന്റെ അവസാനം, ഐ ഹാവ് മാനിഫെസ്റ്റഡ് യുവർ നെയിം. മാനിഫെസ്റ്റഡ് യുവർ നെയിം. 4ാമത്തെ കാര്യം കർത്താവ് പറയുന്നു, 8ാമത്തെ വാക്യം, ഐ ഹാവ് ഗിവൺ ദം യുവർ വേർഡ്സ്. നിന്റെ വചനങ്ങളെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്റെ വചനങ്ങളെ കൊടുത്തിരിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തതിനേക്കാളും പ്രധാനം, പ്രിയമുള്ളവരെ, നമ്മൾ എന്തും കൊടുക്കണം. We have to give everything. Not just words, but most important is to give the words of God. ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശവാഹകരാക്കി ദൈവം നമ്മളെ തീർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം സാധ്യമായിട്ട്. ആവർത്തന പുസ്തകത്തിൽ അതുകൊണ്ട് മോശ പറഞ്ഞ, നീ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും, നീ നിന്റെ മക്കളോട് സംസാരിക്കുമ്പോഴും, നീ
എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നവനായിരിക്കും. Be saturated with the word of God. കർത്താവ് പറഞ്ഞെന്തോ, ഇതിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. Rivers of living water, streams of living water നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. അത് ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ദൈവത്തിന്റെ വചനത്തിന്റെ കാരിയേഴ്സായിട്ട്, ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശവാഹകരായിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. ഇവിടെ കർത്താവ് പറഞ്ഞു, I have given them your words. പൗലോസ് ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞു 1 കൊരിന്ത്യർ 9:23 സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എടുത്തു വായിക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. പൗലോസ് പറഞ്ഞു, ഞാൻ സകലവും സുവിശേഷത്തിൽ ഒരു പങ്കാളിയായി തീരേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. Everything I do for the gospel. പുതിയ നിയമവിശ്വാസികളായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ലോകത്തിലില്ല. നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന, അവർ നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന, അവർ നമ്മളുടെ ഒരു വാക്ക് ആഗ്രഹിക്കുന്ന ആ നിമിഷം നമ്മൾ തക്ക സമയത്ത് പറയുന്ന ഒരു വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരിഞ്ഞുള്ളൂ. പ്രൈസ് ഗോഡ്. ഒരു വാക്ക്, ഒരു ഷോർട്ട് മെസ്സേജ്, ഒരു SMS, ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്ക്, ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്ക്, തളർന്നിരിക്കുന്നവരെ വാക്ക് കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് കർത്താവ് ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തന്നിരിക്കുന്നു. ദൈവമുള്ളവരെ, രാവിലെ തോറും നിങ്ങളെ ഉണർത്തി നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്കൊന്ന് പകുത്തു കൊടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ നമുക്കും കർത്താവിനെ പോലെ പറയുവാൻ കഴിയുമായിരുന്നു, എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ എന്റെ വചനത്തെ കൊടുത്തിരിക്കുന്നു. ഫോർ തിങ്സ്. കർത്താവ് തന്റെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം ചിന്തിക്കുമ്പോൾ ഇതേ വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ 2ാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ 2ാം ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. ഏതാണ്ട് ഇത്രയും കൂടെ സമയമുണ്ടെങ്കിലേ നമുക്ക് ആ 2ാം ഭാഗം വിലയിരുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയട്ടെ. 4 കാര്യങ്ങൾ കർത്താവ് തന്റെ ശുശ്രൂഷയെ വിലയിരുത്തിക്കൊണ്ട് തന്റെ പ്രാർത്ഥനയിൽ കർത്താവ് 4 കാര്യങ്ങൾ. 1, I have glorified you on earth. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് പൗലോസിന്റെ വാക്കുകൾ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. ദൈവം നമുക്കൊരു ശരീരം തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ആ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ആധാരം കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ധനം കൊണ്ട്, നമ്മുടെ റിസോഴ്സസ് കൊണ്ട്, നമ്മുടെ ബന്ധങ്ങൾ കൊണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ബന്ധങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായി തീരുവിൻ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ വെളിച്ചം കണ്ടു. സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ വെളിച്ചമാകുന്നു അരുളി ചെയ്ത് നമ്മളെ വെളിച്ചങ്ങളാക്കി, നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിലനിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ചുറ്റുമുള്ള അന്ധകാരത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വെളിച്ചം പകരുന്നവരായി തീരണം. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. Glorified you on earth. I have glorified you on earth. And I have finished the work that you have given me. I have finished the work that you have given me. എഫെസ്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചു. നാം ചെയ്തു പോരേണ്ടതിന് നാം അവന്റെ കൈപ്പണിയായി. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് എഴുതണമേ.
നാം അവന്റെ കൈപ്പണിയായി, വി ആർ ഹിസ് വർക്ക്മാൻഷിപ്പ്, അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. 3, ഐ ഹാവ് മാനിഫെസ്റ്റഡ് യുവർ നെയിം. ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായി തീരുന്നുണ്ടോ? 4, ഐ ഹാവ് ഗിവൻ ദം യുവർ വേർഡ്സ്. ഞാൻ സുവിശേഷം ഒരു പങ്കാളിയായി തീരേണ്ടതിന് ഞാൻ സുവിശേഷം നിമിത്തം സകലവും ചെയ്യുന്നു. പ്രൈസ് ഗാഡ്. കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് പിതാവായ ദൈവം സാക്ഷീകരിച്ചത് 2 ഘട്ടങ്ങളിലായിട്ട് സാക്ഷീകരിച്ചത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. 1, തന്റെ സ്നാനത്തിന്റെ സമയത്ത്. 2, പ്രൈസ് ഗോഡ്, തന്റെ രൂപാന്തരത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ നിന്ന്. പത്രോസ് അതിനെപ്പറ്റി പറഞ്ഞത് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് പിതാവിൽ നിന്ന് അവന് ബഹുമാനം ലഭിച്ചപ്പോൾ അവൻ കേട്ട ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ ആയിരുന്ന ജനം അവന്റെ കയ്യിൽ നിന്ന് സകല നന്മകളും പ്രാപിച്ചിട്ടും അവന് പ്രസാദമായി ജീവിക്കുവാൻ അവർക്ക് കഴിയാഞ്ഞതുപോലെയല്ല. ഹല്ലേലൂയ. സകല കഷ്ടതയിലൂടെയും സകല ഞെരുക്കങ്ങളിലൂടെയും സകല പ്രയാസങ്ങളിലൂടെയും കടന്നുപോയ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്ന കർത്താവിൽ പിതാവായ ദൈവം പ്രസാദിച്ചത് എങ്ങനെ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ കയ്യെ നോക്കിയിട്ട്, നമ്മുടെ കാലിനെ നോക്കിയിട്ട്, നമ്മുടെ ശരീരത്തെ നോക്കിയിട്ട് വേണം, കർത്താവെ നീ എനിക്ക് തന്ന ഈ ശരീരം കൊണ്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. ഈ കൈകൊണ്ട് പലർക്കും സഹായം കൊടുക്കുന്നവനായിത്തീരും. ഈ കാലുകൾ കൊണ്ട് ഞാൻ നിന്റെ വഴിയിലോടുന്നവനായിത്തീരണം. 60കളിൽ ഇറങ്ങിയ ഒരു പ്രധാനപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട്, ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവയ്ക്കായി എൻ ജീവനെയും കാലുകളോടൊട്ട് നിൻ പാതെ ചേരട്ട ചിന്തയും തിരുരാജ്യ വ്യാപ്തിക്കായി. നമ്മുടെ കൈകളെ, കാലുകളെ, നമ്മുടെ ശിരസിനെ, നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി നമുക്ക് സമർപ്പിക്കാം. അതിന്റെ ഒരു റിവ്യൂ നടത്തുന്ന അനുഭവമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും.